ഹലോ ഹായ്, എന്തുണ്ട് വിശേഷം? ഹലോ സുഖമായിരിക്കുന്നോ? ഹായ് കമോൺ ഫ്രെയിം നോക്കിക്കേ അവിടെ. ആ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ പരിപാടി ഫോട്ടോ റിയാക്ഷൻ. ഫോട്ടോ റിയാക്ഷൻ. എന്താ മനസ്സിലായ? ഓൾഡ് ഫോട്ടോ റിയാക്ഷൻ. പഴയ ഫോട്ടോ റിയാക്ട് ചെയ്യും. ഏത് ഫോട്ടോ? ആരുടെയൊക്കെ ഫോട്ടോ? ആ സർപ്രൈസ്ലി ഇത് ഞാനാട്ടാ. എൻ്റെ കുറച്ച് പഴയ ഫോട്ടോസും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആഷിഖിൻ്റെ കുറച്ച് പഴയ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. ഇവൻ്റെ കിട്ടിയില്ല കേട്ടാ. അതൊക്കെ കിട്ടി, നമുക്കാണോ കിട്ടാൻ വഴിയില്ലാത്ത? എനിക്ക് കൊച്ചിലെ ഫോട്ടോസ് ഇല്ല ഗൈസ്. എന്താ ഫോട്ടോ എടുത്തിട്ടില്ല. ഇവൻ്റെ ഫോട്ടോ കിട്ടിയില്ല. അവൻ്റെ ഇവൻ്റെ ഫോട്ടോ കൂടെ സെറ്റ് ചെയ്യാം. ഫേസ്ബുക്കിൽ കയറിയേ കിട്ടും, പക്ഷെ ഫേസ്ബുക്കിൽ കയറി എടുത്താലേ ഇവൻ്റെ ഫോട്ടോ വേണ്ട. അത്രക്കൊക്കെ വേണോ? ഇവൻ്റെ കൂടെ എടുത്താലേ എനിക്ക് അപ്പം ഏതാ അതാ പറഞ്ഞത്. ഒരു ടിക്ടോക്ക്, പഴയ ടിക്ടോക്ക് ഒക്കെ ഉണ്ട്. എന്റെയൊക്കെ കിണ്ണ സാധനങ്ങളായിരുന്നു. ടിക്ടോക്ക് ഒന്നുമില്ല. എനിക്ക് അപ്പൊ ടിക്ടോക്ക്. നമുക്ക് ഫോട്ടോ റിയാക്ഷനിലോട്ട് പോയാലോ? ഓക്കെ. നിങ്ങളെല്ലാരും എന്തെടുക്കുന്നു? സുഖാണോ? സുഖമാണോ? ഹാപ്പി ഒക്കെ അല്ലേ? ഹാപ്പി ഹാപ്പി അപ്പൊ ഹാപ്പി. നമുക്ക് ആദ്യത്തെ ഫോട്ടോയിലേക്ക് പോയാലോ? ഞാൻ ഫോണിൽ ഞാൻ ഫോട്ടോസ് ഒക്കെ അപ്പം നിങ്ങൾ കാണാൻ വേണ്ടി ഇവിടെ എവിടെയെങ്കിലും ഒക്കെ വെച്ചേക്കാം. ഇവിടെയോ അല്ല ഇവിടെയോ എവിടെയെങ്കിലും ഒക്കെ വെച്ചേക്കാം. അത് നോക്കിയാൽ മതി. ഇഷ്ടപ്പെടുന്ന ഫോട്ടോസ് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ DM ചെയ്തു തരാം. എന്റെ കുറെ അലമ്പ് ഫോട്ടോസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ആദ്യം ആഷിഖിന്റെ ഫോട്ടോ. ആശിക്കുന്ന ഇതിപ്പോ കാണിച്ചു തരാം. ഇത് ആരൊക്കെയാടാ? ഇത് ആരാന്നൊന്നും ഇതൊക്കെ ആരാ മേളിലൊക്കെ നിൽക്കുന്ന? ഇത് ആരൊക്കെ ആരുടെ കള്ളത്തിന്റെ കാര്യം പറയുമ്പോ എനിക്ക് ഇതിനെ സീൻ വന്നായിരുന്നു. ഇത് തന്നെ ഞാൻ ഈ വണ്ണം തന്നെയായിരുന്നു കേട്ടാ. ഞാൻ ആശിക്കാന്ന് പറയത്തില്ല. ഇതാര്? ക്യൂട്ട് ആഷിക്. കണ്ണെടുക്കാതിരിക്കാനോ കവിളത്തേക്ക് കൊച്ച് ഷർട്ടൊക്കെ ഉണ്ട സീൻ കേട്ടാ. പണ്ടത്തെ ട്രെൻഡ്. ഇത് ഇതേപോലത്തെ ഒരു പാന്റ് ഉണ്ടല്ലോ ഇപ്പൊ പാറൊക്കെ ഇട്ടിടക്കുന്ന ഈ പാന്റ് അല്ലേ? ആഷിക്ക് ഇതൊക്കെ പണ്ടേ വിട്ട സംഭവം ഇല്ലടാ. ആഷിക്ക് ഇപ്പോഴത്തെ പിള്ളേരിട്ട് രണ്ട് ഫോട്ടോ കിട്ടിയുള്ള. ആഷിക്ക് ട്രെൻഡ് സെറ്ററാ. ബാക്കിയൊന്നും തരാത്തടാ അവൻ. എന്താടാ ഗാലക്സിയില? ഇത് നക്ഷത്രത്തിന്റെ ഇടയ്ക്കുള്ള ഗാലക്സി ഗാലക്സി. ഇതൊക്കെ സീൻ എന്റെ എഡിറ്റ് ചെയ്തൊക്കെ ഇതിന്നാ ഞാനിപ്പോ ഇങ്ങനെ എത്തിയേക്കുന്നത്. ഇത് ഞാൻ ഗാലക്സി എഡിറ്റ് ഉണ്ട്. ഇത് ഫസ്റ്റ് സ്റ്റാർ മാജിക്കിന്റെ ഷൂട്ടാ. ഫസ്റ്റ് സ്റ്റാർ മാജിക് എന്നല്ല അപ്പോഴത്തെ പേര്, ടമാർ പട. അതിന്റെ ഫസ്റ്റ് എപ്പിസോഡായിരുന്നു. ആ സമയത്ത് പേളിമണിയായിരുന്നു ആങ്കർ. ഇത് കോട്ടയത്തൊക്കെ ഇത് ഞാനുണ്ടല്ലേ സ്കൂളിൽ പോവാ കളറൊക്കെ അടിച്ചോണ്ട്. ഇത് കണ്ട വെയിലത്ത് പോയി നിൽക്കുക. കളർ അറിയാൻ വേണ്ടി ഫോട്ടോ എടുത്തിട്ട് നോക്കണമല്ലേ എനിക്ക് കളർ എങ്ങനെ. എല്ലാരും സ്കൂളിൽ പോവാ, മനസ്സിലായ? സ്കൂളിൽ പോകുമ്പോ സെറ്റ്. ഇത് റൈഡർ എന്റെ പണ്ടത്തെ ബൈക്കാണ്ടാ. പേരൊന്നും അറിയത്തില്ല, അവിടെ ഇരുന്നതാ. റോയൽ എൻഫീൽഡിന്റെ ഏതോ ബൈക്കാണ്. ഇത് ഏത് തിയേറ്റർ എന്നറിയോ? ധന്യ തിയേറ്ററിന്റെ ബാക്കി. ഇത് ആരുടെ കുതിരയാന്നറിയോ? എനിക്ക് തോന്നുന്ന ആഷിഖിന്റെ കുതിരയാണ്. നിന്റെ ഈ ആഷിഖല്ലേ, നമ്മുടെ ആഷിഖ്. നല്ലൊരു ഫോട്ടോ. ഇത് എന്താ നീ എടുക്കുന്നില്ലേ? ഇത് കണ്ട എന്റെ ഇതെന്റെ തലയില് റെഡ് ഒക്കെ അടിച്ചിട്ടുള്ള സാധനമാണ്. മൊത്തം റെഡ് ആയി ഇപ്പൊ. ഇതറിയത്തില്ല. ഇതുണ്ട് തലയില് റെഡ്, ചുമന്ന ഹെഡ്സെറ്റ്. ഇത് ജാക്കറ്റാ. സൈഡിൽ വരും എല്ലാ സംഭവം കാണുന്നുണ്ടായിരിക്കല്ലേ. ഇത് പിന്നെ എല്ലാരും കണ്ടിട്ടുള്ള ഫോട്ടോ. ഇത് ഞാൻ അച്ഛനെ ഒരുക്കിയ സാധനമാണ്. ഇത് എന്ന് പറഞ്ഞാൽ ഷൂട്ടൊക്കെ കഴിഞ്ഞ ഇടയ്ക്കേ വരുത്തുള്ളൂ. വരുമ്പോ ഉള്ളൊരു ടൈമാണ് ഇതൊക്കെ. ഇതൊരു 2016-17 ആ ടൈമാണെന്ന് തോന്നുന്നു. ഇതാ മുടിയില് റെഡ്. പാറുവിനെ കണ്ട? ഇത് തലയില് മൊത്തം റെഡ് ഒക്കെ
ഇത് ചെയ്തിട്ടിരിക്കില്ലേ? ചെയ്തിട്ടിരിക്കുക. ആ സമയത്ത് ഇതൊക്കെ സെറ്റപ്പ് ആണ്ട്രേ. ആ സമയത്ത് ട്രെൻഡ് ഇപ്പോഴാണ് ഇതൊക്കെ പുള്ളിങ് ഒക്കെ ആയത്, മനസ്സിലായി? ട്രെൻഡ് സാധനം. മെയിൻ സ്കൂളിലെ മെയിൻ 2 ഫോട്ടോ കണ്ടേ കിട്ടിയുള്ളൂ, ബാക്കി ഫോട്ടോ കിട്ടാറുണ്ട്. റീലൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. ഇത് അച്ഛനും മറ്റേ ഇതാണ്, മനസ്സിലായോ? മറ്റേ ഇത് മറ്റേ അറിയാടാ, പേരും മറന്നു ചേട്ടൻ്റെ. മറ്റേ ചാർലിസ്, ഇത് തന്നെ ആ പുള്ളി. ഇവരൊക്കെ ഒരു ടീം വരുന്നുണ്ട്. ഇത്ര ഉള്ളം തോന്നുന്നു അതിന്റെ ഫോട്ടോ. ഫിൽറ്റർ അതോ മേക്കപ്പാ? ഇത് കുട്ടിച്ചാത്ത. അത് പരിപാടിക്ക് ഇറങ്ങിയപ്പം നോക്കി നിക്കുന്നത് ഇതേണ്ട തല കണ്ടാ? ഇവിടെ ഇത്ര റെഡ് ബാഗിന് ഫ്രണ്ടി മാത്രമേ അടിച്ചിട്ടുള്ളൂ. മാത്രം കളർ അടിച്ചു. മറ്റേ ഡൈ അടിച്ചാണെങ്കിൽ ഫോട്ടോ ഇതാണ് എന്റെ മാച്ച്. കണ്ടിട്ടുണ്ടോ ഇത്? എനിക്ക് മഞ്ഞായിരുന്നു എന്റെ. ഇത് ഇറക്കിക്കൊണ്ട് വന്ന ടൈമാണ്. ഇറക്കിക്കൊണ്ട് ആദ്യം വീട്ടിൽ വന്നു. അതിന്റെ ഒരു ഇതാണ് ഫോട്ടോഷൂട്ട്. ഫോട്ടോ വൈറ്റ് ടൈഗർ. പുലി ഞങ്ങള് കൂടുതലും ഇതാ എന്റെ പല്ല് പണ്ടത്തെ കണ്ട. ഈ പല്ലാണ് ഞാൻ ഇളക്കി കളഞ്ഞ ഈ ഗ്യാപ്പ് വന്നേക്കുന്ന. ഇത് ഒടിഞ്ഞില്ല, ഡോക്ടറിനെ കാണിച്ച് ഇളകി കളഞ്ഞ പല്ല് കണ്ട ഇങ്ങനെ ഇരിക്കുന്നു എന്റെ പല്ല്. അത് വളരത്തില്ലായിരുന്നു. ഇല്ല, ഇതിങ്ങനെ രണ്ടും അടുത്തടുത്ത് ഇരുന്നിട്ട് ഈ പല്ലങ്ങ് മേളി വരുക. 2 പല്ലിന്റെ മേളി വരും, മേളിലോട്ട് കയറി കയറിക്കും. വന്ന് ഈ ഞാനും ഇപ്പോഴത്തെ ഞാനും നല്ല വ്യത്യാസമില്ലേ? നോക്കോ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ മറ്റേ രാവിലെ എഡിറ്റ് ചെയ്യുമ്പോ ഇങ്ങനെ കൈയൊക്കെ പോകുമ്പോ കയ്യില് ഫോട്ടോ ഇങ്ങനെ കൈ തുറക്കുമ്പോ ഫോട്ടോ. ഇതൊക്കെ കോട്ടയത്ത് നിൽക്കുന്ന ടൈം. ഇത് പഴയ ഗോമതി. മാറ്റൊന്നുമില്ല, കുറച്ച് മുഖമൊക്കെ ഒന്ന് ഇതായിരുന്നു. ഇതെന്തെന്നറിയോ? ഞാൻ ഫസ്റ്റ് സ്കിറ്റ് ചെയ്യാൻ പോവാ. നീയാ? അച്ഛന്റെ കൂടെ സ്കിറ്റ് ചെയ്യാൻ പോവാ. എന്നെ മേക്കപ്പ് ചെയ്തിരുത്തിയേക്കുവാ. ഇതാ ഫോട്ടോ എടുക്കുന്നുണ്ടോ ബാക്കി? ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കുക, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട്. FB എടുത്ത നിന്റെ മാജിക് കാണാം. FB മാജിക് കാണിച്ചു തരാം ഗൈസ്. ഇനി എടുത്ത മാജിക്, അതായത് മാജിക് ഫേസ്ബുക്ക് ഒന്നുമില്ല. ഫേസ്ബുക്ക് ഉണ്ട് ഇല്ലടാ? ഇതില്ല. എന്തിനാ അതാണ്ട് നടക്കുന്നത് ഫേസ്ബുക്ക്? ആഷിഖിന്റെ ഫേസ്ബുക്കിൽ നോക്കിയാലോ? ഇത് അക്കൗണ്ട് അഫ്സൽ ഷായ. നാടൻ ഇതൊക്കെയാണ് ഫേസ്ബുക്ക് എടുത്തുള്ള പ്രശ്നം. സെർച്ചിങ് ആഷിഖിന്റെ ഫീഡൊക്കെ അങ്ങനത്തെ നമുക്ക് ആഷിഖിന്റെ അത് ഇത് ഇൻസ്റ്റാ അക്കൗണ്ട് ലിങ്ക് ആയിട്ട് പുതിയൊരു അക്കൗണ്ട് തുടങ്ങാം. അപ്പൊ ഗൈസ് നമുക്കിനി ഫേസ്ബുക്കിൽ കയറി ചെയ്യാം. രാഹുൽ ദാസ് രണ്ടും മറ്റേ ഉണ്ട്. ഇതണ്ട ഗൈസ്, ഞാൻ തന്നെ എന്നെ വരച്ചെടുത്ത. കൊള്ളാല്ലേ ഏതാണ്ടൊക്കെ. പിന്നെ എന്റെ പല പരിപാടികൾ. ഇത് PUBG ആ സമയത്ത്. ഇത് മൊട്ടയടിക്കാൻ പോവാ. 12 ഡിസംബർ 2019 മോഹൻലാലുമായിട്ട് അങ്ങനെ അതൊക്കെയാണ് സെലിബ്രിറ്റിയാ. മോഹൻലാലുമായിട്ട് ഇവിടെ ഇത് അച്ഛന്റെ ബർത്ത്ഡേ. ഇത് സീനായെന്ന് എന്നിട്ടാ ഞാൻ പടക്കം പറ്റിയ സാധനം ഉണ്ടല്ലേ, പോപ്പർ അടിച്ച് അച്ഛന്റെ മൂന്നൊക്കെ ആയിപ്പോയി. ഇങ്ങനെയൊക്കെ ഇക്കുവായിരുന്നു. ബാഡായിരുന്നു മൊത്തത്തിൽ. തൊഴുതോണ്ടിരിക്കുന്നു. ലേലു അയച്ചു കെട്ടിട്ടേക്ക് വേണം. ആ ഫോട്ടോ ഇപ്പൊ കാണിച്ചു ബർത്ത്ഡേ കാട്ടായി. ഫേസ്ബുക്കിൽ ഇതൊക്കെ കിടപ്പുണ്ടല്ലേ. ഇതാരെന്നറിയോ? ലബനൻ. ഇത് ഗ്രെഡിന് മുന്നേ ഗോൾഡ്.
ഇത് ബയോഗ്രഫി. ഓ രാഹുലിന്റെ ബയോഗ്രഫി വായിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക. FB ബുക്കിന്റെ ഞങ്ങൾ പബ്ലിഷറാണ് അല്ലേ? അതെ. അപ്പം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കിച്ചു RD കോണ്ടാക്ട്. അന്ന് തൊപ്പിയൊക്കെ വെച്ചാൽ നടക്കുന്നത്. ഇവിടം വരെ തൊപ്പി, ബാക്കി മുടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇറങ്ങണം. ഇതാണ് അന്ന് ബാക്കി മുടി വേണമെന്നില്ല. ഫ്രണ്ടിലാണ് ഫ്രണ്ടിൽ ഇങ്ങനെ കണ്ണി ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പോ മുടിയുടെ നീളമാണ് നോക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കും. കടിക്കാൻ പറ്റൂടാ, കടിക്കാൻ പറ്റൂടാ. നീളമുള്ള കരയെ സെറ്റപ്പാണ്. വൺ സൈഡ് ഇട്ട് കഴിഞ്ഞാൽ ഒരു സൈഡേ കാണിച്ചിട്ട് മുന്നിട്ട് വേറെ ട്രെൻഡ് ഉണ്ട്. കോട്ടൊക്കെ ഇവിടെ മാത്രം ഇട്ടിട്ട് ഇവിടെ മാത്രം ഷർട്ട് ഇട്ടിട്ട് ബാക്കി ഇങ്ങനെയൊക്കെ പോയാ നിക്കുന്ന അവിടെ പരിപാടി സ്ഥലത്തൊക്കെ ചെല്ലുമ്പോ. ഞാൻ വിജയ് ഫാൻ ആയിരുന്നു. തലപതി ഉയർ. ആഷിഖിനൊക്കെ കിട്ടാൻ ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. ചാൻസ് ഇല്ല. മാജിക് ഒന്ന് ഗൈസ്. കണ്ടോ, തിരിച്ചു വരും എന്റെ കയ്യിൽ. പേടിക്കല്ലേ? കണ്ടോ മുതുകാടിന് ശേഷം മജീഷ്യൻ കിച്ചു RD. ഇങ്ങനെ അല്ല മന്ത്രം ഒന്ന് പറഞ്ഞു. ഇത് 2017 ക്യാപ്ഷൻ കണ്ടോ? മൈ മാജിക്, ഡു യു ലൈക്ക് ദ വീഡിയോ, പ്ലീസ് ലൈക്ക് ഇറ്റ്. ഇത് മാജിക് അല്ലേ ഇത്? ഞാൻ ലവാകിഷയുടെ പ്രൊമോഷൻ ഒക്കെ ചെയ്യും. ഫിലിം പ്രൊമോഷൻ പണ്ട് ഇങ്ങനെ ഇൻട്രോവേർട്ട് ഒന്നും അല്ലായിരുന്നടാ, സീനായിരുന്നു. ഓൺലൈൻ വഴി എല്ലാത്തിലും ജോക്കറൊക്കെയാണ് എന്റെ മെയിൻ സാധനങ്ങൾ. വി ആർ കോമറേറ്റ്സ്. തല റെഡായിട്ട് വി ആർ കോമറേറ്റ്സ്. തല റെഡ്. ഞാൻ തന്നെ ജോക്കർ. കണ്ണുണ്ട ഫ്രെയിമിന്റെ അകത്തൂടെ കണ്ണു നോക്ക്, വെളിയിൽ വന്ന് കണ്ണ്. അടുത്ത ഹാപ്പി ബർത്ത്ഡേ ദുൽഖറിന്റെ ബർത്ത്ഡേക്ക് അവന്റെ ഫോട്ടോ. ദുൽഖറിന്റെ ബർത്ത്ഡേക്ക് അവന്റെ ഫോട്ടോ തന്നെ. AGP ഇങ്ങനെയൊക്കെ മാറി വന്നത്. തലയൊക്കെ ചരിച്ചു. ഇതാണ് ട്രെൻഡ് സെറ്റ്. ആ സമയത്ത് ഓപ്പൺ ഷൂ പിന്നെ ആ താഴെ ഉള്ളത് പിന്നെ മുട്ടിൽ ഇറക്കി വെച്ച് മുട്ടിൽ ചുരുങ്ങണം. ഇത് തലപതി സ്റ്റൈലല്ലേ? ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഗുഡ് മോർണിംഗ് എന്നൊക്കെ. എന്നിട്ട് 16 ഏപ്രിൽ. ഓ ഇരുമുഖനാണ് ഇത് എന്തിന് സെറ്റപ്പ് ഒന്നും ഓർമ്മ. ഓ നോട്ടും നോക്ക് മോനെ. അയ്യോ അന്ന് വലിയ തടിയില്ല കേട്ടോ. ഇനിയുണ്ട് ഇഷ്ടം. 11 കുറഞ്ഞടാ വണ്ണം. ഇത് പഴയ പണ്ട് ടോവിനോ. ഫോട്ടോ എഡിറ്റ് ചെയ്ത് കണ്ണാടി കയറ്റിയതാ. ഏത് നേരത്തെ ഒരു ഫോട്ടോ ആണ്, പറയത്തില്ല എഡിറ്റ് ചെയ്തെന്ന് പറയത്തില്ല. ഞാൻ തന്നെ ഇട്ട് എന്റെ വെടി വെക്കാൻ വരുന്നുണ്ട്. സൈഡില് പ്രേതമുണ്ട്. ചോര മതിലും പൊളിച്ച് പ്രേതം. തലേന്ന് തെറിച്ചു പോയ ചോരയത്. ലാമ്പ് തൂങ്ങി കിടക്കുന്നു. എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഹെലികോപ്റ്റർ വീട്ടിനകത്ത് ഹെലികോപ്റ്റർ അങ്ങനെ മമ്മൂട്ടി ജോൺസിന തലപതി
ജോൺസിന് തലപതി. ഇതിലേ കണ്ട പഴയ അത്രേ ഉള്ളൂടാ. ആദ്യത്തെ ഫേസ്ബുക്കിലെ പോസ്റ്റ് റോമൻ റൈൻസ്. അതാ ഫസ്റ്റ് പോസ്റ്റ് എന്നാ 29 ജാനുവരി 2017. അതാണ്. ഇവന്റെ ഒക്കെ എടുത്ത് ഇവന്റെ ആ, ഇനി നമുക്ക് ജയിജിന്റെ അക്കൗണ്ട് എനിക്ക് അടിച്ചാ കൊറേ കൊണ്ടാ നീ അടി. ഇങ്ങനെ എടുക്കുന്ന. അയ്യോ അളിയാ കറക്റ്റ് നീ തന്നെ കേറിയില്ലേ. കിട്ടി കിട്ടി. ജയൻ ജയ്ജിത്ത് ഫേസ്ബുക്കിന്റെ അക്കൗണ്ട്. ഇതെന്തുവാ? അതേതോ ഗൂഗിളിൽ നിന്ന് കിട്ടിയതാ. എല്ലാ സോളും എടുത്തിട്ട് വലിയ സെറ്റപ്പ് പോപ്പി പൈ. വാഷ്വല്ലോടെ ആൾക്കാരാ. വാഷ്വല്ലോ ഇഷ്യൂ ഉണ്ട്. നൈക്ക് വൈസസ് വൈറ്റോ അതെന്തുവാ? ഇതൊക്കെ എന്ത് സംഭവം? തലമുറ ഇതാ പറഞ്ഞ എങ്ങനെയൊക്കെ കിട്ടുമല്ലോ. മുട്ടൊക്കെ അടിച്ചു ട്രെയിനില് എന്ത് സംഭവം. ചെറിയൊരു നോക്കിയുടെ ഫോണുണ്ട് മഞ്ഞ. നോക്കിയുടെ ഒരു മഞ്ഞ ഫോൺ ഉണ്ട്. അരിയക്കോട്ടെ തീ വീണവൻ. തീ വീണില്ല, പുക. വീട്ടിന്റെ ബാക്കി അപ്പുറത്ത് തീ ഇട്ടപ്പോ പുക. ഞങ്ങള് പറയാം ഞങ്ങള് ഇവിടെ എന്താ ഇവിടെ പോയത് കറിഞ്ഞു. ആറ് ഫോട്ടോസ് ഒക്കെ അടുപ്പിച്ചിട്ട് ബിജി ഇതാ ഞാൻ അവസാനം പുള്ളി. ഇല്ലില്ല എല്ലാ വിജയ ഇതൊക്കെ വിജയ. ആ റിസ്കി ഷോട്ടുകളൊന്നും കൂടെ കാണില്ല. ഇതാരുടെ ഏത് മറ്റേ അന്ന് ഓണത്തിനന്നില്ലേ കണ്ണൻ ഓണത്തിന്. അപ്പം 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 വീഡിയോ ഉള്ളായിരുന്നു. അപ്പം ചെറിയ ചെറിയ വീഡിയോ ആണോ വലിയ വീഡിയോ ആണോ എനിക്ക് കറക്റ്റ് അറിയത്തില്ല. എഡിറ്റ് ചെയ്തെന്നാലും നമുക്ക് കറക്റ്റ് അറിയാൻ ഓക്കെ. പറ്റും. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ കുറച്ച് പഴയ ഫോട്ടോസ്, ഉമ്മയുടെ രണ്ടോണം കുറച്ച് പഴയ ഫോട്ടോസ്, അത് നമ്മൾ റിയാക്ട് ചെയ്യുക. അതായിരുന്നു നമ്മുടെ ഉദ്ദേശിച്ച വീഡിയോ. നിങ്ങളെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. അതാ അടുത്ത വീഡിയോ ആയിട്ട് നമുക്കൊരു Q&A ഇട്ടാലോ? Q&A ആയിട്ട് അടുത്തൊരു വീഡിയോ. അപ്പം ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള questions അത് സെപ്പറേറ്റ് പോസ്റ്റ് വന്നു. ഇതിന്റെ താഴെ പിക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഇതിന്റെ താഴെ തന്നെ ഇതിന്റെ താഴെ വരെ നമ്മൾ ക്വസ്റ്റ്യൻസ് Q&A ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അതന്നെ. വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചോദിക്കുക. ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പം വെറൈറ്റി ആയിട്ടുള്ള ആൻസർ എപ്പോഴും സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ലാതെ കുറച്ച് ചോദിക്കുന്നവര് ചോദിച്ചോ, അതിന് വെറൈറ്റി സെലക്ട് ചെയ്യാം. എല്ലാരും ചോദിക്കാം. അപ്പൊ നമ്മള് ഇത് കിട്ടാത്ത ചോദ്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തെടുത്ത് നമ്മൾ അതൊരു Q&A വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പം യൂട്യൂബ് ഇത്രയും ഉള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ. ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ഐക്കൺ ഓളിലോട്ട് പ്രസ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ബൈ.